ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോൾ തുറന്നിരിക്കുകയാണല്ലോ. സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലൂടെ സോഫാർ 19 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കടന്നു പോയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില പതിയെ പതിയെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗോൾഡിനും ചെറിയ ക്ഷീണമുണ്ട്. പക്ഷേ ഗോൾഡ് വൈകാതെ തന്നെ ഇച്ചിരി ഗെയിൻ ചെയ്യും. യുദ്ധം നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓയിൽ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസ് ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഉയരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ചെറിയ കാലഘട്ടത്തേക്ക് മാത്രമാണ്. ഓയിൽ പ്രൈസ് സ്റ്റേബിളായിട്ട് വന്ന ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസും ഒരു പൊസിഷനിൽ പോയി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് US-ൻ്റെ ട്രഷറിയിൽ, അതുപോലെ US-ൻ്റെ ഫെഡറൽ റിസർവിൻ്റെ ടാക്സ് റേറ്റിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രം, അതായത് ഫെഡറൽ റിസർവിൻ്റെ ടാക്സ് റേറ്റ് ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ ടാക്സ് റേറ്റിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോൾഡ് സ്റ്റേബിളായിട്ട് തന്നെ തുടരാനാണ് സാധ്യത. വലിയ മാറ്റമില്ലാതെ തുടരും. അതാണ് ഇപ്പോൾ നിലവിലെ ഈ ഗോൾഡ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ മംഗോളിയ സന്ദർശനം പൂർത്തിയാക്കി. $1.5 ബില്യൺ ക്രെഡിറ്റ് ലൈൻ മംഗോളിയയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാനാണ് ഈ എമൗണ്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഓൾറെഡി തന്നെ അവർക്ക് ക്രെഡിറ്റ് ലൈൻ ഇതിന് മുമ്പ് അപ്രൂവ് ആക്കി കൊടുത്തിരുന്നതാണ്. അത് പൈപ്പ് ലൈനിലുള്ള പ്രോജക്റ്റാണത്. അപ്പോൾ അതിൻ്റെ ഫർദർ കംപ്ലീഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്രൂവലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജയശങ്കർ മംഗോളിയ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ നേരെ സിയോളിൽ സൗത്ത് കൊറിയയിൽ എത്തിയിരിക്കുകയാണ്. സൗത്ത് കൊറിയയുടെ ഫോറിൻ മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യ, സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ചൈനയുടെ റെയർ എർത്ത് എലമെൻറ്റ്സ് മോണോപോളിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ജപ്പാൻ ഇന്ത്യക്കുള്ളിൽ 2300 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആന്ധ്രാപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചൈനയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ വാങ് യി ബ്രിക്സ് മീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും കോർ ഇൻട്രസ്റ്റ് എന്താണോ അതിലൂന്നി പ്രവർത്തിക്കണമെന്നാണ് വാങ് യി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ വീഡിയോ ഇന്ത്യക്കുള്ളിൽ വൈറലായതിനെ തുടർന്ന് ചൈന അപ്പം തൊട്ടേ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. അതിനിപ്പോൾ ഇന്ത്യക്കാരൊന്നും ചെയ്യാനില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പടപടയെന്നങ്ങ് ഷെയർ ചെയ്യും. ഇന്ത്യക്കെതിരെ നിരന്തരം പലതരത്തിലുള്ള പ്രൊപ്പഗൻഡ വാർത്തകൾ അടിച്ചിറക്കുന്നത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും, അസ്സാമിലും തായ്ലാൻഡിലും അതുപോലെ ലോകത്ത് പല ഏരിയകളിലും ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗൻഡ, ഇൻക്ലൂഡിങ് പാകിസ്ഥാനിൽ നിന്ന് വരെ ഫേക്ക് നെയിമുകൾ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യക്കെതിരെയുള്ള വാർത്ത പബ്ലിഷ് ചെയ്യുകയാണ്. ഇന്ത്യക്കാരൻ പബ്ലിഷ് ചെയ്യുന്നത് പോലെ പബ്ലിഷ് ചെയ്യും. എന്തായാലും ഇന്ത്യക്കുള്ളിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ചൈന ഫുൾ ക്ലീൻ ആണെന്നല്ല. ചൈനയുടെ ആ ക്ലെൻലിനെസ്സിൻ്റെ വീഡിയോകളാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയത്. അതിൽ ചൈനയ്ക്ക് ഇത്തിരി വിഷമമുണ്ട്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ദേഷ്യത്തിലാണ്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആയിരിക്കണം, ടോൾ പിരിക്കാൻ പാടില്ല, IAEAയുടെ പ്രതിനിധിയെ ഇറാൻ്റെ ഉള്ളിൽ അനുവദിക്കണം. ഈ രണ്ട് വിഷയങ്ങളും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ഈ നെഗോസിയേഷനിൽ നിന്നും പിൻവാങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഭീഷണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭീഷണിയാവാം, മുന്നറിയിപ്പും ആവാം. 10,000 സ്റ്റാർലിങ്കിൻ്റെ മോഡംസ് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ ഒളിച്ച് കടത്തിയതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അവർ ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ നെറ്റ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കിട്ടാനും അവിടുത്തെ ഫൂട്ടേജസ്, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 10,000 സ്റ്റാർലിങ്കിൻ്റെ നെറ്റ്വർക്ക് മോഡംസ് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ ഒളിച്ച് കടത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിപ്പം ഒളിച്ച് കടത്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമാണ്. സ്ട്രാറ്റജിക്കലി അവർക്ക് ഇൻഫർമേഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡേറ്റ ശേഖരണം നടത്തുന്നത്. തീർച്ചയായിട്ടും ഡേറ്റ ശേഖരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇത് അയച്ചു വെച്ചിരിക്കുന്നത് ഉള്ളിൽ. പക്ഷേ ഇത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇറാന് വേണമായിരുന്നു. മാസങ്ങളോളം ഇറാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവരിത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല വീടുകൾ തോറും കയറി പരിശോധിച്ച് ഇതെല്ലാം തന്നെ സീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 10,000 സീസ് ചെയ്തെടുത്തിട്ടില്ല, കുറച്ചൊക്കെ സീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെയാണ് ഫൂട്ടേജസ് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ വിവരമാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവച്ചത്. ഇങ്ങനെയാണ് ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കുകളുടെ ഫൂട്ടേജസ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണി 41ാമത്തെ കനിഷ്ക ദുരന്ത വിക്ടിംസിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനം, ആ ദിനത്തിൽ പുള്ളിക്കാരൻ അതിൽ പങ്കെടുത്തിരിക്കുകയാണ്. കാനഡ ഇന്ത്യ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ട് വരുന്നൊരു സാഹചര്യമാണ്. കാനഡ ഫൈനാൻഷ്യലി വളരെയധികം
പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പലതരത്തിലും ഫ്ലെക്സിബിലിറ്റി കാണിച്ചേ പറ്റൂ. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അല്ലാതെ കനിഷ്ക വിക്ടിംസിന് 41ാമത്തെ വാർഷികത്തിൽ പോയിട്ട് ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറിനേക്ക് ഒരു നിർബന്ധമില്ല. ഇത്രയും നാളും അവരത് ചെയ്തുകൊണ്ടല്ല മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോഴത് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ അവരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യ ഓരോ വിഷയങ്ങളിലും എടുക്കുന്ന നിലപാട്, അത് പ്രത്യേകിച്ച് ഇതിനു മുമ്പ് കാനഡയുടെ പ്രൈം മിനിസ്റ്ററായിട്ടിരുന്ന ജസ്റ്റിൻ ട്രൂഡോ, പുള്ളിക്കാരൻ ഇന്ത്യക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഇന്ത്യയുടെ നിലപാട് കാനഡയുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ നമുക്ക് ഒരുക്കി തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മാർക്കറിനേക്ക് ഇന്ത്യയെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ആ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയാണ് മാർക്കറിന്. തീർച്ചയായിട്ടും മോദിയുമായിട്ട് 2-3 പ്രാവശ്യം ഇപ്പം ഫ്രീക്വൻ്റായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഇൻ്റർനാഷണൽ ഫോറംസിൽ, ഒക്കേഷൻസിലൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ പറയുന്നത് ഈ വാർ എൻഡിങ് MOU, യുദ്ധം അവസാനിച്ച സമയത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു അമേരിക്കയ്ക്കും ഇറാനും തമ്മിൽ. ആ കണ്ടീഷനിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് അമേരിക്ക പോകുന്നതായിട്ടാണ് ഇറാൻ ആരോപിക്കുന്നത്. 2025 ജൂൺ മാസം ഇസ്രായേൽ നടത്തിയ 12 ദിവസത്തെ അറ്റാക്ക്, ആ അറ്റാക്കിന് അമേരിക്കയുടെ പെർമിഷൻ ഇസ്രായേലിന് ഇല്ലായിരുന്നു. ഇസ്രായേൽ, അതായത് നെതന്യാഹു, അമേരിക്കയുടെ അഥവാ ട്രംപിൻ്റെ പെർമിഷൻ സീക്ക് ചെയ്തിരുന്നില്ല, ട്രംപിൻ്റെ പെർമിഷൻ തേടിയിരുന്നില്ല, ട്രംപിൻ്റെ അനുവാദം തേടിയിരുന്നില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഓൺ കപ്പാസിറ്റിയിൽ ഞാൻ അറ്റാക്ക് നടത്തിയതാണ്. സോ എന്താണ് നെതന്യാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇറാനെ ഒറ്റയ്ക്ക് അടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അപ്പോൾ അത് ഇസ്രായേലിന് ഭീഷണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശക്തമായ രീതിയിൽ അടിക്കും. 12 ദിവസത്തെ യുദ്ധം നിങ്ങൾ കണ്ടില്ലേ, അന്ന് അമേരിക്ക നമുക്കൊന്നും ചെയ്തില്ലല്ലോ. അതേ മാതൃകയിൽ വീണ്ടും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് കപ്പാസിറ്റി ഉണ്ട്. നെതന്യാഹു എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററിന് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് നെതന്യാഹു വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞു വെക്കുന്നത് അമേരിക്ക ലോസ്റ്റ് അറ്റ് ദ ടേബിൾ, നെഗോസിയേഷനിൽ അമേരിക്ക പരാജയപ്പെട്ടതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. അതിനെതിരെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ആസ്കിങ് ബിഗ് കൺസെഷൻ. അവർ വളരെ വലിയ കൺസെഷൻസാണ് ആവശ്യപ്പെടുന്നത്, അതെല്ലാം കൊടുക്കാൻ കഴിയുകയില്ല. അവർ ചോദിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി കൊടുക്കാൻ പറ്റത്തില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് നടത്തി കൊടുക്കാം. അത് ഇറാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. അല്ലാതെ അവർ ചോദിച്ചതെല്ലാം നമ്മൾ കൊടുത്തില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം US പരാജയപ്പെട്ടു എന്നല്ല എന്നാണ് ട്രംപ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇറാൻ അമേരിക്ക ഡീൽ ഇത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവില്ല, പക്ഷേ ഇത് ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം. അത് പ്രധാനമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഒരു ഫാം പ്രോഡക്റ്റ്, ഇറാൻ്റെ ഫ്രോസൺ അസറ്റുകൾക്ക് പകരമായിട്ട് അമേരിക്കയുടെ ഫാം പ്രോഡക്ട്സ് അങ്ങോട്ട് തിരികെ കയറ്റുന്നത് ഇറാന് താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ അവരെ സ്വതന്ത്രമായിട്ട് എണ്ണ വിൽക്കാൻ അമേരിക്ക അനുവദിക്കുന്നുമില്ല. ഇത് അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. അതാണ് അവരിങ്ങനെ ഇടയാനുള്ള കാരണം. അതുപോലെ ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ്, അതിലേക്ക് അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം, ഇത് മൂന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതാണ് അവർ ഇത്തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് ചർച്ച അടുത്ത ആഴ്ചയിലേക്ക് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എൻറിച്ച്ഡ് യുറേനിയം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് IAEAയുടെ ഇൻസ്പെക്ടറെ ഇറാൻ അനുവദിക്കാത്ത പശ്ചാത്തലത്തിലാണ് നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇതിന് പോകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതാണ് ഇപ്പം നിലവിലെ സാഹചര്യം. ഞാൻ പറഞ്ഞില്ല, യുദ്ധം ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ഇവർ ഇരുന്ന് ചർച്ച തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇനി അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ കഴിയുന്നത് വരെ ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളോ അല്ലെങ്കിൽ എസ്കലേഷനോ ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ട്രംപ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ പുകഴ്ത്തുന്നതും ഇലക്ഷൻ്റെ ഭാഗമാണ്. ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ഗാസയിലെ പീസ് അക്കോർഡ് ശരിക്കും പാലസ്തീനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണെന്നാണ് പാലസ്തീനെ അനുകൂലിക്കുന്നവർ അവകാശപ്പെടുന്നത്. ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽ താനി ഒമാൻ സന്ദർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാനും ഗൾഫ് റീജിയനിലുള്ള രാജ്യങ്ങളും തമ്മിൽ ചേർന്ന് സംസാരിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതല്ല. ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം സൗത്ത് പാർ ഗ്യാസ് സ്റ്റേഷൻ, ആ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇറാൻ്റെ സൈഡിലുണ്ടായിരിക്കുന്ന ഡാമേജ്, എത്ര കാലം കൊണ്ട് ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് എത്രയും വേഗത്തിൽ ഈ സൗത്ത് പാർ പ്രവർത്തന സജ്ജമാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിൽ പിടിവാശി പിടിക്കേണ്ട. അമേരിക്കയുമായിട്ട് സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും ഗുണം ചെയ്യും എന്നുള്ള തരത്തിൽ ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഖത്തർ നടത്തുന്നത്.
പക്ഷെ എന്തായാലും ഗുഡ് മൂവാണ്. ഖത്തർ അങ്ങനെ ശ്രമിച്ചാലേ അവർക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റുള്ളൂ. ഖത്തർ പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് കുറേ കമൻറ്റുകൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഖത്തറിലൊന്നും സംഭവിച്ചിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് പോയിൻ്റാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് പറയുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുകയാണ്. ഞാൻ പറയുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. ക്രിറ്റിസിസത്തിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും എന്ന് കരുതുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് മാന്യമായ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ യാതൊരു മടിയും കാണിക്കണ്ട. പക്ഷേ അതേസമയം മാന്യമായ രീതിയിൽ, വി ആർ ഓൾ അഡൽട്ട്സ്, സോ ആ രീതിയിൽ ബിഹേവ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾ ഖത്തറിൽ ഒരു പക്ഷേ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ആ രാജ്യത്തിനോട് നിങ്ങൾക്ക് കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതും ജിയോ പൊളിറ്റിക്സും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കെട്ടരുത്, രണ്ടും രണ്ടാണ്. ഇറാൻ അമേരിക്കയുമായിട്ട് ടഫ് നെഗോസിയേഷൻ മുന്നോട്ട് വെക്കുന്നതിൻ്റെ കാരണം ഗാസയിലെ യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടി ഇറാൻ അമേരിക്കയുടെ മുന്നിൽ എടുത്തു വെക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ട് ഓൺലി ലെബനാൻ, ഗാസയുടെ വിഷയം കൂടി, ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നിർത്താനുള്ള ആ പരിപാടിയും കൂടി ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹാർഡ് നെഗോസിയേഷൻ ചെയ്യുന്നത് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇത് ഏത് പോയിന്റിൽ ഇറാൻ ഈ വിഷയം എടുത്തു വെക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ലെബനൻ്റെ വിഷയം മാത്രമല്ല, ഗാസയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ള ചർച്ച ഇറാൻ്റെ തീവ്ര നിലപാടുള്ള IRGC മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഇറാൻ്റെ ഉള്ളിൽ വരുന്ന ഞായറാഴ്ച വരെ അവർ വെയിറ്റ് ചെയ്യും. ഞായറാഴ്ച വരെ ഗാലിബാഫ് പാർലമെൻറ്റ് അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അവർ സമരം ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പാർലമെൻറ്റ് MP പാർലമെൻറ്റിന് മുന്നിൽ പോയിരുന്ന് സമരം ചെയ്യും. പാർലമെൻറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കണം, അവിടെയുള്ള പാർലമെൻറ്റേറിയൻസിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കണം, ഈ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഫുൾ ഡോക്യുമെൻ്റ് അവിടെ സമർപ്പിക്കണം, MOUയുടെ ഫുൾ കോപ്പി അവിടെ ടേബിളിൽ വെക്കണം. അത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഡിസ്കഷൻ ചെയ്യണം, ഓപ്പൺ ഡിസ്കഷൻ ചെയ്യണം എന്നാണ് ഇറാൻ്റെ പാർലമെൻറ്റേറിയൻസ് അവകാശപ്പെടുന്നത്. പക്ഷേ ഗാലിബാഫ് എന്തിനോ ഈ പാർലമെൻറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെ പാർലമെൻറ്റ് തുറന്നിട്ടില്ല. അമേരിക്കയുമായിട്ട് ചർച്ച തുടങ്ങിയ ആ ഒരു സാഹചര്യം തൊട്ട് പാർലമെൻറ്റ് ക്ലോസ്ഡ് ആണ്. എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ MP തന്നെ കട്ട കലിപ്പിലാണ്. ഞായറാഴ്ച ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഗാലിബാഫിൻ്റെ മേളിൽ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇറാൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ MOUയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ധാരണയായിട്ടില്ല. അതായത് ഇറാൻ്റെ നിലവിലുള്ള നെഗോസിയേഷൻ ടീം ഒരു ഡബിൾ മൈൻഡിലാണ് അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് IRGC മാനേജ് ചെയ്യണം, അതേപോലെ ഒരു ഗുഡ് ഡീൽ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കണം. അത് വെച്ചിട്ട് വേണം ഇറാൻ്റെ ഉള്ളിലുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ഈ ഹാർഡ് ലൈൻ IRGCയും കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിലനിൽപ്പില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ഈ ഒരു സ്ട്രഗിൾ കൃത്യമായിട്ട് ഇറാൻ്റെ നെഗോസിയേഷൻ ടീമിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.